വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറ്റവും ആദരണീയനായ ശ്രീ ഉണ്ണിത്താൻ സാറിൻ്റെ ദീപ്തമായ സ്മരണകളാൽ ശോഭിതമായ ഈ സായാഹ്നത്തിൽ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചത് അത്യധികം ഒരു ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഈ ചടങ്ങുകൾ ഇത്രയും നല്ല രീതിയിൽ നടക്കാൻ സഹായിച്ച എല്ലാവർക്കും കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കടക്കും മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു, യുഡെയിമോണിയ എന്നാണ്. എന്താണ് അതിനർത്ഥം നിങ്ങൾക്കറിയോ? യുഡെയിമോണിയ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പിനെസ് ആണ്. അതിലുപരിയായി ഒരു സാധാരണ സന്തോഷമല്ല, എ പർപ്പസ് ഓഫ് ലൈഫ് ഫുൾഫില്ല് ചെയ്യുന്ന സന്തോഷമാണ്. അതായത് ഒരു പൂർണ്ണതയിൽ എത്തുമ്പോഴുള്ള സന്തോഷമാണ് യുഡെയിമോണിയ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു പടി, അതായത് ഒരു കൊച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറയും ഒരു സ്റ്റിമുലസ്. അതായത് ആദ്യം ഒരു കൊച്ച് പഠിക്കുന്ന എങ്ങനെയാണ്? അതായത് ഒരു അമ്മയെ കാണുമ്പം ചിരിക്കുന്നു, ഒരു സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്യുകയാണ്. അതിനുശേഷം കൊച്ചു കൊച്ചു വാക്കുകൾ പഠിക്കുന്നു, ആ വാക്കുകൾ കൂട്ടി പഠിക്കുന്നു, പിന്നീട് വലിയ വലിയ പഠനങ്ങളിലേക്ക് പോകുന്നു, ലോകം കീഴടക്കുന്ന രീതിയിൽ പഠിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രക്രിയ നടക്കുന്നതിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത് സ്കൂളുകളിലാണ്. അതായത് സ്കൂളുകൾ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പൊ ഈ ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്നതിന് വേണ്ടി വെറും ഒരു എഡ്യൂക്കേഷൻ മാത്രം മതിയോ? അത് പോരാ. ഒരു എഡ്യൂക്കേഷൻ വേണം, അതോടൊപ്പം തന്നെ കറേജ് വേണം, ആ കമ്പാഷൻ വേണം. ഈ മൂന്ന് കാര്യങ്ങളും ആ കുട്ടിയിലേക്ക് എത്തുമ്പോഴാണ് ആ കുട്ടി ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തുന്നത്. ഇന്ന് നമുക്കറിയാം, പലപ്പോഴും പല സ്കൂളുകളും വെറും എഡ്യൂക്കേഷൻ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അതാണ് ഉണ്ണിത്താൻ സാറിൻ്റെ ഒരു സ്കൂൾ മറ്റ് സ്കൂളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു ഉണ്ണിത്താൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഒരു നല്ല അധ്യാപകൻ ഈ മൂന്ന് ഗുണങ്ങളും ആ കുട്ടികളിലേക്ക് അവരറിയാതെ തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ്. നല്ല എഡ്യൂക്കേഷൻ, കറേജ്. ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ അറിയാം, ഒരു TV വാങ്ങിക്കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ആത്മഹത്യ വരെ ചെയ്യാൻ പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ആ ഒരു കറേജ്, ജീവിക്കാനുള്ള ആ ഒരു ലൈഫ് സ്കിൽസ്, അതോടൊപ്പം തന്നെ ആ കമ്പാഷൻ, സഹജീവികളോടുള്ള അനുകമ്പ, ആ ഒരു എമ്പതി, ഈ മൂന്ന് സ്കിൽസും അവരെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു കുട്ടിയായിട്ട് വളരുന്നത്. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഈ ഉണ്ണിത്താൻ സാർ ഇതിൽ എത്രത്തോളം പങ്ക് വഹിച്ചിരുന്നു എന്ന് എനിക്ക് അറിയാം. അതേ പങ്ക് തന്നെയാണ് ഉണ്ണിത്താൻ സാറിൻ്റെ അതേ പാരമ്പര്യം തന്നെ കീപ്പപ്പ് ചെയ്യുന്ന ഈ സ്കൂളും ചെയ്യുന്നത്. എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നു, വിദ്യാലക്ഷ്മി ഇവിടെ പഠിക്കുന്നു. അപ്പോൾ വിദ്യാലക്ഷ്മി വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം നേരിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയും. ഇനി വിസ്റ്റത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, പല സ്കൂളുകളും ചെയ്യുന്നത് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ടോപ്പിക്സ് പഠിപ്പിക്കും, അതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒരു കുട്ടികൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. പക്ഷേ ഈ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് സാറിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ആ കൺസെപ്റ്റ് അവർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പരീക്ഷയ്ക്ക് നോക്കിയാൽ അറിയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയല്ല അവർ ചോദിക്കുന്നത്. കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർക്ക് എഴുതാൻ കഴിയും. നിങ്ങൾക്കറിയാം, മാത്സ്, സയൻസ്, ഈ രണ്ട് സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, ഏത് ഇന്റർനാഷണൽ എക്സാം വരെയും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഫോക്കസ് ചെയ്യുന്ന, ആ മാത്സും സയൻസും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കൂളിൽ തന്നെ പഠിക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞത് ഞാൻ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇവർ എത്രത്തോളം അക്കാഡമിക്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അതായത് ഇത്രയും ടെസ്റ്റുകൾ നടത്തുന്ന വേറെ സ്കൂളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ടെസ്റ്റുകൾ, ഒളിമ്പിയാഡ് എക്സാംസിന് വേണ്ടിയുള്ള പ്രാക്ടീസുകൾ, അതോടൊപ്പം തന്നെ ഓരോ കുട്ടിയെയും നിങ്ങൾക്കറിയാം, ഈ ഗോപു സാറിനും ശ്രീലക്ഷ്മി മാഡത്തിനും ഓരോ കുട്ടിയെയും കൃത്യമായിട്ട് അറിയാം. അവരുടെ നല്ല ഗുണങ്ങൾ അറിയാം, അവരുടെ പോരായ്മകൾ അറിയാം, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാം. അങ്ങനെ ഓരോ കുട്ടിയെയും വളരെ ശ്രദ്ധിച്ച് ഈ മൂന്ന് ഗുണങ്ങളും അവരേക്ക് ഇൻസ്റ്റിൽ ചെയ്യാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന അവർക്ക് എത്ര നമ്മൾ അനുമോദിച്ചാലും മതിയാകില്ല. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി കൂടെ ഞാൻ പറയാം. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഉണ്ണിത്താൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു പഠിച്ചതെങ്കിലും അഡീഷണൽ മാത്സും ഉണ്ടായിരുന്നു.
അന്ന് മാത്സിന് കൊല്ലം ജില്ലയിൽ 100% മാർക്സ് എനിക്കായിരുന്നുള്ളത്. അതുകൊണ്ട് സാറിന് എന്നോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇതുപോലൊരു ആനുവൽ ഡേ ഫംഗ്ഷനിൽ അന്ന് എനിക്ക് അന്ന് MBBS എഞ്ചിനീയറിംഗിന് രണ്ടിനും അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് കിട്ടിയ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോകാതെ തന്നെയാണ് അത് കിട്ടിയത്. കാരണം അന്ന് കൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആയിരുന്നു. അത് എൻ്റെ മിടുക്കല്ല, സാറിന്റെ ടീച്ചിങ് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ ഈ എൻട്രൻസിൽ എനിക്ക് രണ്ടും കിട്ടി. MBBS എഞ്ചിനീയറിംഗിനും അഡ്മിഷൻ കിട്ടുമായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. പക്ഷെ അന്ന് ഇതുപോലൊരു ആനുവൽ ഡേ ഫംഗ്ഷനിൽ സാർ എനിക്ക് തന്നത് ഒരു മെഡിക്കൽ ഡിക്ഷണറിയാണ്. അന്ന് സാറ് പറഞ്ഞു, അനൂപ് ഒരു ഡോക്ടർ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റി വെച്ചിട്ട് ഞാൻ MBBS തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം മാറ്റിവെച്ച് വേറൊരാളുടെ ആഗ്രഹം ഞാൻ എടുക്കണമെങ്കിൽ എത്രത്തോളം ആ സാറിന്റെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അധ്യാപകന്റെ, അതായത് ഒരു ടീച്ചർ ക്യാൻ ട്രാൻസ്ഫോം എ പേഴ്സൺ എന്നാണ്. ഒരു പേഴ്സന്റെ ജീവിതം തന്നെ മാറ്റാൻ ഒരു ടീച്ചറിന് കഴിയും. ഇന്നെനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സൈക്കാട്രിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കത് പറയാൻ കഴിയും. സാർ അന്ന് തന്ന വാക്കുകൾ, ആ പ്രചോദനം, ആ ഒരു ഗൈഡൻസ്, അത് വളരെ മഹത്തരമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞ ആ ഷെയർ ചെയ്ത കാര്യങ്ങളും അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാൻ താമസിപ്പിക്കുന്നില്ല, കാരണം ഒത്തിരി ചടങ്ങുകൾ നടക്കാറുണ്ട്, എല്ലാവരെയും നല്ല പ്രോഗ്രാംസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കർത്തവ്യത്തിൽ കിടക്കാം. വോട്ട് ഓഫ് താങ്ക്സ് ആണ്. First and foremost, I would like to express my deepest gratitude to our chief guest, Sri respected Alice Varghese IAS sir, the honorable chief guest and district collector of Alappuzha, for his inspiring inaugural address. നിങ്ങൾക്കറിയാം, വളരെ നല്ല ഹൃദ്യമായ ഒരു പെരുമാറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് അതിനിപുണനുമാണ് സാർ. ആലപ്പുഴയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഞാൻ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ സാറിന്റെ ഒരു പേഴ്സണാലിറ്റി മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഔദ്യോഗികമായ ഇത്രയും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് വേണ്ടി ഇവിടെ എത്തിയ സാറിന് എന്റെ ഹൃദ്യമായ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. Next, I would like to extend my deepest gratitude to Sri Shashidaran sir, who delivered the presidential address today. നിങ്ങൾക്കറിയാം, ഈ സ്കൂളിന്റെ ഏറ്റവും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് സാർ. സാറ് ഉണ്ണിത സാറിന്റെ ഫസ്റ്റ് ബാച്ച് 1972 ബാച്ചിലാണ്. ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാങ്ക് കോച്ചിങ് എക്സ്പെർട്ടാണ് സാർ. അതോടൊപ്പം തന്നെ ഡാംസ് കോച്ചിങ് നടത്തുന്നുണ്ട്. ഇവിടെ കൊല്ലത്ത് നടത്തുന്നുണ്ട്, എറണാകുളത്ത്, ട്രിവാൻഡ്രത്ത്, 3 സ്ഥലത്തുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്രയും പ്രഗത്ഭനായ സാർ. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ യുവർ unwavering support for this school. And next, a special thanks to Srimati Tesla Thomas, our dear counselor. Your presence and words are a source of inspiration for all of us. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ഡോക്ടർ ജഗതിരാജ് സാറിനാണ്. വൈസ് ചാൻസലർ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാറാണ്. സാറ് ജോയിൻ ചെയ്തതിനു ശേഷം ഉണ്ടായ രജിസ്ട്രേഷൻസ് കണ്ടില്ലേ, പറഞ്ഞില്ല, സാറ് തന്നെ പറയുണ്ടായി ഏതാണ്ട് ഇരട്ടിയോളം രജിസ്ട്രേഷൻസ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഒരു വ്യത്യാസം നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്ന അത്രയും പ്രഗത്ഭനായ, എന്നാൽ ഉണ്ണിത സാറിന്റെ ഒരു ഫാമിലി മെമ്പർ പോലെ ഉള്ള ആ സാറിന് എന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് ശ്രീമതി വിജയലക്ഷ്മി കുഞ്ഞമ്മ ടീച്ചറിനാണ്. ഉണ്ണിത സാറിന്റെ വൈഫാണ്. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ, ആദരവ് നിറഞ്ഞ നന്ദി മാമിന് അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ സ്കൂളിന്റെ ഡയറക്ടർമാരായിട്ടുള്ള ജയകൃഷ്ണൻ സാറിനും വിജു സാറിനുമാണ്. അതോടൊപ്പം ശ്രീലക്ഷ്മി മാമിനുമാണ്. നിങ്ങൾക്കറിയാം, ഈ സ്കൂളിന്റെ പില്ലേഴ്സ് അവരാണ്, ഈ സ്കൂളിന്റെ ഹൃദയം. ഈ നിങ്ങൾ ഓരോ കുട്ടിയും വളർന്നു വരുന്ന, നിങ്ങൾക്ക് എത്രയും സപ്പോർട്ട് കൊടുക്കുന്ന അവർക്ക് എൻ്റെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ ഈ സ്കൂളിന്റെ തന്നെ ടീച്ചർമാരും സ്റ്റുഡൻസും രക്ഷിതാക്കളും, ഇവിടെ ഈ വേദി ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും, ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഉണ്ണിത സാറിന്റെ പാതാര ബന്ധങ്ങളിൽ വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. താങ്ക് യു.